ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്കൊരു ഡ്രോയിങ് വീഡിയോ ആണ്. ആദ്യം ഞാൻ ഫ്ലവേഴ്സ് വരേണ്ട ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ദാണ്ട് ഇതുപോലെ 3 പെറ്റൽ അത് വേണം ആദ്യം വരയ്ക്കാൻ. അപ്പം ആ പെറ്റൽസിൻ്റെ ബാക്കിൽ വേണം വീണ്ടും വരുന്നതൊക്കെ കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി വരരുത്. അതിനാണ് അത് ആദ്യം വരയ്ക്കണമെന്ന് പറയുന്നത്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ന് കേട്ടവരെല്ലാം ആദ്യം വിചാരിച്ചിരുന്നത് ഞാൻ തുടങ്ങുന്നത് ഡ്രോയിങ്, എന്തെങ്കിലും ക്രാഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം ഞാൻ എടുക്കുന്നതൊക്കെ ജസ്റ്റ് ചുമ്മാ വീഡിയോ ആയിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു. അന്ന് എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞായിരുന്നു ഒരു ചാനൽ തുടങ്ങുന്നത്. പക്ഷേ ചാനൽ തുടങ്ങിയപ്പോഴാണ് രസം, നമ്മൾ ഒരു കാര്യം ഭയങ്കര ബോറായിട്ട് ചെയ്യുവാണേലും ഭയങ്കര ഓവറായിട്ട് ചെയ്യുവാണേലും അതിന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ നോർമലായിട്ട് ഒരു ചാനലിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സബ്സ്ക്രൈബേഴ്സും കാണത്തില്ല, വ്യൂസും കാണത്തില്ല, ലൈക്കും കാണത്തില്ല. അതാണ് സത്യം. പൊതുവേ ഞാൻ കണ്ടുവരുന്നൊരു കാര്യം അതാണ് അല്ലേ. ഭയങ്കരമായിട്ട് ഇങ്ങനെ കോമാളിത്തരം പോലെ ഓരോ വീഡിയോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ എല്ലാവരും വ്യൂ ചെയ്യും, ലൈക്ക് ചെയ്യും, വീണ്ടും അവരത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്യും. അപ്പം അത് കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇതിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കാണുക. നമുക്ക് ഡ്രോയിങ് റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മുടെ കണ്ടൻറ്റുകളൊക്കെ അറിയാമല്ലോ. ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്. അതുപോലെ എനിക്ക് ഒരുപാടായിട്ട് ഇഷ്ടമുള്ള കാര്യമാണ് ഈ പെൻ ആർട്ട്, ബ്ലാക്ക് പെന്നുകൊണ്ട് ചെയ്യുന്ന ആർട്ട് വർക്ക്. അങ്ങനെ ഒരെണ്ണം ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്നു ഞാനിത് ചെയ്തത്. ഇതിനൊരു പേരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഡ്രോയിങ് ഒന്നും അങ്ങനെ പഠിക്കാത്തതുകൊണ്ട് എനിക്കതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ മണ്ടാല ആർട്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ കിടക്കുന്നതാണ്. അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് ഞാനിത് വരയ്ക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒത്തിരി ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ബ്ലാക്ക് മെഷ് കൊണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇതുപോലെ അതിൻ്റെ തണ്ടുകൾ വരച്ച് കൊടുക്കുക. അത് നല്ലപോലെ ഡാർക്കാക്കി ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ ഇത് സാധാരണ ഒരു 5 രൂപയുടെ ലെക്സി പെൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കുറേ നേരം വരയ്ക്കണം ഇതുപോലെ ഡാർക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ജെൽ പെൻ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 സ്ട്രോക്കിൽ ഓക്കെ ആവും. പിന്നെ ദാണ്ട് ഇതുപോലെ അതിൻ്റെ ഇതളുകളുടെ ഔട്ട്ലൈൻ നല്ലപോലെ ഡാർക്കാക്കി കൊടുക്കുക. അതിൻ്റെ അകത്ത് വളരെ തിന്നായിട്ടുള്ള നമ്മൾ ഈ പേനയുടെ ഒരൊറ്റ സ്ട്രോക്കിൽ വരുന്ന ലൈൻസാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ബാക്ക് വശവും വെളിവശവും ഒക്കെ നല്ലപോലെ ഇങ്ങനെ ഡാർക്കാക്കി കൊടുത്തിട്ട് ആദ്യം ഇതിൻ്റെ കോണുകൾ തമ്മിൽ ചേർക്കണം. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും കൂടെ ആക്കിയെടുക്കണം. അപ്പോഴേ അതിനൊരു പെർഫെക്ഷൻ ഉള്ളൂ കേട്ടോ. സൈഡിൽ നിന്നേ വരച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സെൻറ്റർ ഭാഗം വരുമ്പം അതിനൊരു രസം കാണത്തില്ല. അതിനാണ് ആദ്യം ഈ നടുക്ക് വശത്തെ 2 അടിഭാഗവും മണ്ടഭാഗവും യോജിപ്പിച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. എനിക്ക് ഈ ഡ്രോയിങ്ങിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു സ്റ്റെപ്പാണിത്. കാര്യം ഇതിൻ്റെ ഓരോ പെറ്റൽസ് ഇങ്ങനെ വരച്ച് വന്നു കഴിഞ്ഞിട്ട് ആ പൂ കംപ്ലീറ്റ് ആകുമ്പം കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് പറയാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കണം. നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന് വരയ്ക്കുന്ന സമയത്ത് നമുക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. അതുപോലെയാണ് പെയിൻറ്റിങ്ങും. എന്താണെന്നറിയത്തില്ല, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഒരു ഉണർവ് കിട്ടുന്ന പോലെയല്ലേ. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു വീട്ടമ്മയാണ്, വീട്ടിൽ അടച്ചിട്ടിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു ബുക്കും പേനയൊക്കെ വാങ്ങിച്ച് വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണ്, അല്ലെ തയ്ക്കാൻ ഇഷ്ടമുള്ളവരാണ് തയ്ക്കുക. നമുക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ മാറ്റി വെക്കുക. നമ്മൾ വലുതായി, കുട്ടികളൊക്കെ വലുതായി, നമ്മളും കുറച്ച് പ്രായമായി കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പം നമുക്കുള്ള സമയം നമുക്ക് വേണ്ടിയിട്ട് 1-2 മണിക്കൂർ പോട്ടെ, ഒരു അരമണിക്കൂർ ഒരു ദിവസം കൊണ്ട് പകുതി ചെയ്ത് ബാക്കി നാളെ ചെയ്യാം. അപ്പം നമുക്കും ഒരു സന്തോഷം കിട്ടും, മനസ്സിനൊരു സുഖം കിട്ടും. അങ്ങനെ വേണ്ടേ. ഇതെല്ലാം ഒന്ന് തീരാറായി കേട്ടോ. ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഫ്ലവർ. അത് ഏറ്റവും അടിയിലും ബാക്കിയെല്ലാം കുറച്ച് മുകൾ ഭാഗത്തും ഒക്കെ ആയിട്ടായിരുന്നു ഞാൻ കൊടുത്തത് കേട്ടോ. അങ്ങനെ നമ്മളിത് ഇങ്ങനെ വരച്ച് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രസമില്ലേ ഇതിനകത്ത് ഇങ്ങനെ ഒരു ഫില്ലിങ് കൊടുത്തു കഴിഞ്ഞപ്പം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇതിനൊരു ഔട്ട്ലൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. മേശയുടെ കോലമൊന്നും ആരും നോക്കണ്ട, ഇത് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ളതാണ്. അപ്പോൾ ഇതിൽ TV വെച്ചേക്കുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് തുണി ഇട്ടാൽ ആ തുണി പിടിച്ച് വലിച്ച് പിള്ളേരത് താഴെ ഇടും. അതുകൊണ്ടാണ് ഇതിൻ്റെ പുറത്ത് തുണിയൊന്നും ഇടാത്തത്. അതുകൊണ്ട് മേശക്കോലം ആരും നോക്കണ്ട. റിംഗ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് ഒരു ബോർഡർ കൊടുത്തു. ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ വരച്ചിട്ട് പിന്നെ അതിൻ്റെ അകത്തൂടെ ഒരു ലൈനും കൂടെ വരച്ചു. മൊത്തത്തിൽ നമ്മൾ 2 ലൈൻ വരച്ച് കൊടുത്തു. പിന്നെ അതുകൊണ്ട് ഇതുപോലെ ട്രയാങ്കിൾസ് ഇങ്ങനെ വരച്ച് കൊടുക്കണം. ഒരു ഡ്രോയിങ് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ്.
നമുക്ക് ദേഷ്യം വരും, ഇത് തീരുന്നില്ലല്ലോ എന്ന്. പക്ഷേ വരച്ച് കൊടുക്കണം. അത് പതുക്കെ സമയമെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ആദ്യം ഞാൻ ഇങ്ങനെയൊക്കെ വരച്ചു, പിന്നെ എനിക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ പതുക്കെ ആദ്യം ട്രയാങ്കിൾ വരച്ച് കൊടുത്തിട്ട് പിന്നെ അതിനകം ഫില്ല് ചെയ്ത് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബോർഡറിൻ്റെ ഡിസൈൻ ഇതാണ്. അതിൻ്റെ മണ്ടയിൽ ഒരു ചെറിയ കുത്തിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ആർട്ടിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ബോർഡറിലാണ്. ബോർഡറും കൂടെ ചെയ്യുമ്പോഴാണ് ഇതിനൊരു രസം. പിന്നെ ഇത്ര ഇടം ഒരു ഒഴിവായിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു ഫ്ലവർ ചുമ്മാ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് അതും സെറ്റ് ചെയ്തു. ഇപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയായില്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത 2 ഫോട്ടോസായിരുന്നിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ബായ്.